വി എസ് അവസാനത്തെ അപ്പോസ്തലനായിരുന്നു. അല്ല, വി എസ് ഞാനൊരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് 2 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം വി എസിനെ കുറിച്ച് ഓർക്കാത്ത ദിവസമില്ല. വി എസിനും അവസാന കാലത്തൊക്കെ ചില വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഒരു ഒരു പ്രസൻസ്, ഒരു ഇൻവിസിബിൾ സാന്നിധ്യം, മനസ്സിലായില്ലേ? നമ്മളയാളെ കാണുന്നില്ല, അയാൾ സുഖിലാ കിടക്കുകയാണ് അച്യുതാനന്ദൻ. പക്ഷെ വി എസ് അച്യുതാനന്ദനാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. വി എസ് അച്യുതാനന്ദനാണ് ഒരു അദൃശ്യ സാന്നിധ്യം. എന്നെപ്പോലെയൊക്കെയുള്ള പൊതുപ്രവർത്തകരെയൊക്കെ കാണുമ്പം നാട്ടുകാരൊക്കെ ചോദിക്കുന്നത്, സാധാരണ ഭീഷണിയില്ലേ, കൊല്ലില്ലേ, ഇവന്മാർ കൊല്ലൂ എന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെയാണ് എന്നോട് വഴി കാണുന്ന ആളുകളെല്ലാം ചോദിക്കുന്നതെങ്കിൽ, എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അദൃശ്യ സാന്നിധ്യം വി എസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം തപ്പിയപ്പോഴത്തേക്കുണ്ടല്ലോ, എനിക്കൊക്കെ വല്ലാതെ വൈകാരികവും. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ തപ്പിയപ്പോഴത്തേക്കും വി എസ് പോളിറ്റ്യൂറൊക്കെ എഴുതിയ കുറേ കത്തുകൾ എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടി. ആ കത്തുകളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇരിക്കാവുന്നതാണ്. മനസ്സിലായി? ആ കത്തുകളൊക്കെ ഏറ്റവും വലിയൊരു ഇതായിട്ട് ഞാനത് സൂക്ഷിച്ച് വെക്കുകയാണ്. മനസ്സിലായി? അതുകൊണ്ട് ആ മനുഷ്യൻ നടത്തിയിട്ടുള്ള സമരം കൊണ്ടാണ് ഇത് ഇത്രയും നാൾ നീണ്ടു നിന്നു. ഇപ്പോൾ 2006 പിണറായി വിജയന് പകരം അച്യുതാനന്ദന് പകരം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ 2016 തീർന്നു പോയാൽ. മനസ്സിലായി? അച്യുതാനന്ദൻ നടത്തിയ ത്യാഗോജ്വലവും പ്രൗഢോജ്വലവും തീഷ്ണവും വിപ്ലവകരവുമായിട്ടുള്ള ആ പോരാട്ടം കൊണ്ടാണ് ഇത് ഇത്രയും നീണ്ടു നിന്നത്. പക്ഷെ അച്യുതാനന്ദൻ ഈ പറഞ്ഞ പോലെ മനുഷ്യനല്ലേ, ആരോഗ്യമല്ലേ. ആ മനുഷ്യന് ഈ പറഞ്ഞ പോലെ അപ്രത്യക്ഷനാവേണ്ടി വന്നപ്പോഴാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അദൃശ്യ സാന്നിധ്യവും അവരുടെ മനസ്സിലെ ഊർജവും വി എസ് അച്യുതാനന്ദനാണ്. വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ഊർജ്ജമാണ് പൊതുപ്രവർത്തകനായിട്ടുള്ള എന്നെപ്പോലും ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ വാൾമുനയ്ക്ക് കീഴിൽ നെഞ്ചു വിരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു സിദ്ധൌഷധം എന്ന് പറയുന്നതിൽ എനിക്ക് അതിന് മടിയില്ല.